أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 931 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 22-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قل ربي يعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا. صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 22-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഗുഹയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആളുകളെ കുറിച്ചുള്ള അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. അവരുടെ എണ്ണത്തെക്കുറിച്ച് ഉടലെടുത്ത ഒരു തർക്കമാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തിൽ പരാമർശിക്കപ്പെടുന്നത്. ഗുഹയിൽ കഴിഞ്ഞുകൂടിയ ദീർഘമായ 309 വർഷങ്ങള് ആ ഗുഹയ്ക്കകത്ത് വസിച്ച ആളുകൾ എത്ര പേരായിരുന്നു എന്ന കാര്യത്തിൽ പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്ന തർക്കം. ഖുർആൻ ഇവിടെ പരാമർശിക്കുന്ന ഈ വിഷയം തീർച്ചയായിട്ടും ഈ ഗുഹയിൽ കഴിഞ്ഞിരുന്ന ആളുകൾ ഗുഹയ്ക്ക് അകത്ത് അഭയം പ്രാപിച്ച കാലത്തുണ്ടായ ഒരു തർക്കമല്ല. അവര് കണ്ണു തുറന്ന് എണീറ്റ് വന്ന ആ ഘട്ടത്തിൽ ഉണ്ടായ ഒരു തർക്കവുമല്ല. പിൽക്കാലത്ത് അവരെക്കുറിച്ചുള്ള ശരിയായ വിവരം എവിടെയും രേഖപ്പെടുത്തി വെക്കപ്പെടാത്തത് കൊണ്ട് സ്വാഭാവികമായി ഉടലെടുത്ത ഒരു തർക്കമായിരിക്കണം. യുക്തിപരമായ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഗുഹക്കാര് ഉറക്കമുണർന്ന് എണീറ്റ് വന്ന സമയത്തുള്ള തർക്കമാണെങ്കിൽ അത് അവരെ എണ്ണി നോക്കിയാൽ തീരുന്നതാണ്. അതേപോലെ തന്നെയാണ് അവർ ഗുഹയിൽ അഭയം പ്രാപിച്ച കാലത്ത് ഉണ്ടായതായിരുന്നെങ്കിലും അങ്ങനെ തന്നെ പരിഹരിക്കാവുന്നതാണ്. വളരെ പൗരാണികമായ ഒരു കാലത്ത് ഏകദേശം 1500 വർഷങ്ങൾക്കപ്പുറം കൃത്യമായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1700ഓളം വർഷങ്ങളൊക്കെ പിന്നിട്ട് കഴിഞ്ഞ ഒരു സംഭവമാണ്. ആ കാലഘട്ടത്തില് പത്ര സംവിധാനവും
അല്ലെങ്കിൽ ചരിത്രാലേഖനമോ വാർത്താ വിതരണത്തിനുള്ള സംവിധാനമോ ഒന്നും വേണ്ട വിധം വികസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമല്ല. ഈ ഗുഹക്കാര് കണ്ണു തുറന്നു വന്ന് വലിയൊരു ചർച്ചയായി മാറിയൊരു ഘട്ടത്തില് ആ ചുറ്റുപാടുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കൗതുകം എന്നുള്ള നിലക്ക് എല്ലാവരുടെയും ശ്രദ്ധ പതിഞ്ഞിട്ടൊക്കെ ഉണ്ടാകാം. പക്ഷെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട ശരിയായ വിവരം അറിയുന്ന ആരും ജീവിച്ചിരിപ്പില്ലാത്ത ഒരവസ്ഥയൊക്കെ സംജാതമായി വരാം. ആ സംഭവം നടന്ന ഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ തലമുറ പിന്നിട്ട് കഴിയുന്നതോടുകൂടി പിന്നെ കൃത്യമായി അതിനെക്കുറിച്ച് അറിവുള്ളവര് ഉണ്ടായിരുന്നില്ല. ഒരു കേട്ടുകേൾവിയും പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കഥാവിവരണങ്ങളും ഒക്കെ മാത്രമായിരിക്കാനാണ് സാധ്യത. കൃത്യമായ ആലേഖനം നടന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നതാണ്. അല്ലെങ്കിൽ അതിന് എല്ലായിടത്തേക്കും എല്ലാവരിലേക്കും അത് എത്താൻ അവസരം ഉണ്ടായിട്ടില്ല എന്നതായിരിക്കണം ഈ തർക്കത്തിന്റെ ഒരു അടിസ്ഥാനം. എന്നാൽ മറ്റൊരു കാര്യം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തില് ഈ തർക്കത്തിന്റെ വിഷയം അല്ലാഹു ഇവിടെ ചർച്ചയിൽ കൊണ്ടുവരുന്നത്. ഗുഹാവാസികളിൽ നിന്ന്, ആ ഗുഹയിൽ കഴിഞ്ഞുകൂടിയ ആളുകളുടെ ആ ജീവിതാനുഭവത്തിൽ നിന്ന് നിങ്ങൾ നേടുന്ന ഗുണപാഠം എന്ന് പറയുന്നത് ഈ എണ്ണത്തിന്റെ പേരിലുള്ള തർക്കമാണോ എന്നതാണ് ഉയർന്നു വരുന്ന ഒരു ന്യായമായ ചോദ്യം. അവരെത്ര എണ്ണമായി, അതുകൊണ്ട് എന്ത് വ്യത്യാസം ഉണ്ടാവാനിരിക്കുന്നു എന്നതാണ്. അങ്ങനെ ഒരു കൂട്ടരുണ്ടായിരുന്നു എന്നത് സത്യമാണ്, എല്ലാവർക്കും ബോധ്യമായതാണ്. ദീർഘമായ ഒരു കാലം അവർ ഗുഹയിൽ കഴിച്ചുകൂട്ടിയതിനു ശേഷം അവർ എണീറ്റ് വന്നു എന്നതും ആ കാലഘട്ടത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കൗതുകമുളവാക്കിയ ഒരു സംഗതിയായി എന്നതും ഒരു വസ്തുതയാണ് എന്നതുകൊണ്ട് തന്നെ അവരെത്ര പേര് എന്നത് വലിയ പ്രസക്തമായ ഒരു കാര്യം അല്ല. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുക എന്നത് ഒരു സ്വാഭാവികതയാണ് താൻ. അവര് ഉറങ്ങിക്കിടന്ന സ്ഥലം ഏത്, അതിന്റെ പേരെന്ത്, എത്ര പേരായിരുന്നു അവര്, എത്ര കാലം ഉറങ്ങി, അതുപോലെ അവരോടൊപ്പം ഉണ്ടായിരുന്ന നായ ഏത് തരത്തിൽപ്പെട്ട നായയായിരുന്നു, അതിന്റെ നിറം എന്തായിരുന്നു, തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മനുഷ്യന്റെ പ്രകൃതം എന്ന് പറയുന്നത് ഈ കഥാകഥനത്തിന് വലിയ പ്രേരണ നൽകുന്ന വിധത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിശദാംശങ്ങളിൽ കുടുങ്ങിക്കിടക്കുക എന്നത് മനുഷ്യന്റെ ഒരു സ്വാഭാവികമായ ഒരു പ്രവണതയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവം അവരുടെ കൺമുന്നിൽ അരങ്ങേറിയ ആ ഘട്ടത്തില് അവര് അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ചില സുപ്രധാനമായ പാഠങ്ങള് അവർക്ക് അവിടെ നിന്ന് വായിച്ചെടുക്കാനുണ്ടായിരുന്നു. അതിനെ പാടെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് അവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകളിൽ നിന്നും ഉണ്ടായത് എന്നതാണ് ശ്രദ്ധ അർഹിക്കുന്ന ഒരു വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇന്ന് വായിച്ചു വെച്ച ആയത്തിന്റെ ആശയം ആദ്യം നിങ്ങളുമായി പങ്കുവെക്കാം. അതിനെ തുടർന്ന് ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങളും ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്കും ഞാൻ എന്റെ ശ്രദ്ധ തിരിക്കാം. സയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും. ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, അവർ പറയും സലാസത്തുൻ, അവര് 3 പേരായിരുന്നു, റാബിഉഹും കൽബുഹും, അവരിലെ 4-മൻ അവരുടെ നായയായിരുന്നു. വയഖൂലൂന, വേറെ ചിലര് പറയുന്നത്, ഇങ്ങനെ ഒരു കൂട്ടരും പറയുന്നുണ്ട്, എന്താണത്? വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും, 5 പേരായിരുന്നു യഥാർത്ഥത്തില്, എന്നിട്ട് അവരിൽ 6-മൻ അവരുടെ നായയായിരുന്നു എന്നതാണ് മറ്റു ചിലര് പറഞ്ഞ കാര്യം. 2 അഭിപ്രായങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അവര് 3 പേരായിരുന്നു, 4-മൻ നായയാണ്.
5 പേരായിരുന്നു, 6-ാമൻ നായയാണ്. ഈ 2 അഭിപ്രായങ്ങളാണ്. അപ്പോ 3-നോട് 1 ചേർത്ത് നായയും കൂടി ചേർത്ത് 4 പേര്, പിന്നെ 5-നോട് 1 കൂടി ആഡ് ചെയ്തിട്ട് 6. ഈ 2 അഭിപ്രായങ്ങളാണ് അവിടെ മുഖ്യമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് റജ്മം ബിൽ ഗൈബ് എന്നാണ്. റജ്മം ബിൽ ഗൈബ്, അത് അദൃശ്യമായ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ ഊഹിക്കല് മാത്രമാണ് എന്നാണ്. റജ്മ് എന്ന് പറഞ്ഞ എറിയലാണ്. പൂർണ്ണമായി നമുക്ക് അജ്ഞാതമായി കിടക്കുന്ന അദൃശ്യ ലോകത്തിലേക്ക് വെറുതെ ഒരു ഏറെറിയ എന്നതാണ്. നമ്മള് ചിലപ്പോ അങ്ങനെയാണല്ലോ, ഒരു അടിസ്ഥാനവും അടിത്തറയും ഒന്നുമില്ലാതെ തന്നെ ഒരു നമ്മളെ അനുമാനം നടത്തുന്നതിന് വേണ്ട ഒരു അടിത്തറയും ഇല്ലാതെ തന്നെ നമ്മള് അഭിപ്രായങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കളയും. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്. അപ്പൊ ഈ 2 അഭിപ്രായങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു പറയുന്ന റജ്മം ബിൽ ഗൈബ്, അങ്ങനെ ഒരു എറിയലാണ്. ഒരു അദൃശ്യമായ ഒരു ജ്ഞാന മേഖലയിലേക്ക് മനുഷ്യന് അറിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു അഭിപ്രായം അങ്ങ് പാസാക്കല് മാത്രമാണ് എന്നതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ഊഹം വെച്ച് പറയലാണ്. ഊഹം വെച്ച് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും ഉണ്ടാവില്ല. അത് 3-ഉം 4-ാമൻ നായയും ആയ പോലെ 4-ഉം 5-ാമൻ നായയും ആകാം. അതുപോലെ 6-ഉം 7-ാമൻ നായയും ഒക്കെ ആകാം. ഇനി ഇതൊന്നും അല്ലാത്തൊരു വലിയ എണ്ണവും ആകാം. കാരണം പ്രത്യേകിച്ച് ഒരു അടിത്തറയും അടിസ്ഥാനവും ഒന്നുമുള്ള വിധത്തിലല്ല ആളുകൾ അഭിപ്രായം പറയുന്നത്. ആ അഭിപ്രായം പറയുന്ന ശൈലിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് റജ്മം ബിൽ ഗൈബ്, അതങ്ങോട്ടൊരു ഏറെറിയലാണ്. റജ്മ് എന്ന് പറഞ്ഞ ഏറ് എന്നാണ് അർത്ഥം. ഈ കോണ്ടെക്സ്റ്റിൽ അതിന് ഊഹം എന്നാണ്, ഊഹിക്കല് എന്നാണ് ഭാഷാപരമായി അതിനെ മനസ്സിലാക്കുക. അദൃശ്യമായ മറഞ്ഞു കിടക്കുന്ന കാര്യത്തെക്കുറിച്ച് കേവലമായ അടിസ്ഥാനരഹിതമായ ഊഹത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള വെറും പറച്ചില് മാത്രമാണ് റജ്മം ബിൽ ഗൈബ്. തുടർന്നുള്ള വീണ്ടും പറയുന്നത് വയഖൂലൂന, വേറെ ചിലര് കൂട്ടര് പറയുന്നു ശബഅത്തുൻ, അവര് 7 പേരായിരുന്നു. വസാമിനുഹും കൽബുഹും, അവരിൽ 8-ാമൻ നായയാണ് എന്നാണ് വേറെ കൂട്ടർ പറയുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റജ്മം ബിൽ ഗൈബ് എന്ന് അള്ളാഹു പറയുന്നത് നമ്മൾ കാണുന്നില്ല. അതിന് പകരം പറയുന്നത് ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം, പറയുക പ്രവാചകരെ, അവരുടെ എണ്ണം കൃത്യമായി അറിയുന്നത്, ഏറ്റവും നന്നായി അറിയുന്നത് അവരുടെ റബ്ബ് തന്നെയാണ്, എന്റെ റബ്ബ് തന്നെയാണ്, എന്റെ നാഥനാണ്. ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം, അവരുടെ എണ്ണം കണിശമായി അറിയുന്നത് എന്റെ റബ്ബിനാണ്. മാ യഅലമുഹും ഇല്ലാ ഖലീൽ, വളരെ കുറഞ്ഞ പേർക്കല്ലാതെ അത് അറിയുകയില്ല. അവരെക്കുറിച്ച്, അവരുടെ എണ്ണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കുറഞ്ഞ പേർക്കേ അറിയുകയുള്ളൂ. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ജ്ഞാനമുള്ളത് എന്റെ നാഥന് മാത്രമാണ്. എന്നിട്ട് വീണ്ടും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഫലാ തുമാരി ഫീഹിം, പ്രവാചകർ അവരുടെ കാര്യത്തിൽ താങ്കൾ തർക്കത്തിൽ ഏർപ്പെടരുത്. ഇല്ലാ മിറാ ലാഹിറ, സ്വാഭാവികമായ ചില വിവരണങ്ങൾ നൽകുക എന്നതല്ലാതെ. ചിലപ്പോ അഭിപ്രായ ഭിന്നതയുള്ള വിഷയങ്ങളിൽ തന്നെ ഒരു നിലപാട് അറിയിക്കുന്ന ഒരു വർത്താനമൊക്കെ പറയേണ്ടി വരും. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്ന ഒരു തർക്കത്തിൽ ഏർപ്പെടലായി മാറാൻ പാടില്ല. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിന് പ്രവാചകരെ താങ്കൾ മുതിരരുത്. അതിന്റെ കാരണം തർക്കത്തിന് മറുപക്ഷത്തുള്ളത് ഒരു വിവരവും ഇല്ലാത്ത ആളുകളാണ്. അവരുടെ കയ്യിൽ ശരിയായ ജ്ഞാനം ഇത് സംബന്ധമായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം
എന്തെങ്കിലും അഭിപ്രായം പറയുന്നുവെങ്കിൽ പറയുക. അത് സ്വാഭാവികമായ ഒരു പറച്ചിൽ പറയുക എന്നതല്ലാത്ത ഒരു തർക്കത്തിന് ഈ വിഷയത്തിൽ അവരുമായി അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് താങ്കൾ മുതിരരുത് എന്നാണ് നിർദ്ദേശം. ഫലാ തുമാരി ഫീഹിം, ഇവരുടെ കാര്യത്തിൽ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തർക്കത്തിൽ ഏർപ്പെടരുത്. ഇല്ലാ മിറാ അൻ ലാഹിറ, ലാഹിറായ പ്രത്യക്ഷത്തിൽ തന്നെ ആവശ്യമായി വരുന്ന ഒരു സംസാരം, അതല്ലാത്ത അതിന്റെ പേരിൽ വളരെ ചികഞ്ഞ് പരിശോധിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ വലിയൊരു തർക്കമായി മാറുന്ന വിധത്തിൽ ഒരു സംസാരത്തിന് മുതിരരുത്. വലാ തസ്തഫ്തി ഫീഹിം, അവരെ കുറിച്ച് പ്രവാചകരെ താങ്കൾ പരതി നടന്ന് അന്വേഷിക്കുകയും ചെയ്യേണ്ടതില്ല. മിൻഹും അഹദ, ആരോടും അവരെ കുറിച്ച് അന്വേഷിക്കുകയും വേണ്ട. എന്തായിരുന്നു അവരുടെ യഥാർത്ഥ അവസ്ഥ, എത്ര പേരായിരുന്നു, ഏത് കാലഘട്ടത്തിലായിരുന്നു എന്നതൊന്നും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങള് പ്രവാചകരെ താങ്കള് മറ്റു ആരോടും തിരക്കി പോകേണ്ടതുമില്ല. കാരണം രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, ഈ വിഷയത്തിൽ കൃത്യമായ അറിവുള്ളത് വളരെ പരിമിതമായ ആളുകൾക്കേ ഉണ്ടാവാൻ ഇടയുള്ളൂ. ശരിയായ അറിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു സംഗതി, ഈ തർക്കത്തിന് വരുന്ന വിഷയങ്ങളല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാധാന്യമുള്ള കാര്യം. അള്ളാഹു നേരത്തെ പരാമർശിച്ച ചില വിഷയങ്ങളുണ്ട്. എന്തിന് ഗുഹക്കാരുടെ കാര്യം അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നു, ചർച്ചയിൽ കൊണ്ടുവരുന്നു? എന്തിന് ഗുഹക്കാരെ ആ കാലഘട്ടത്തിലെ ആളുകളുടെ മുന്നിൽ ഒരു ദൈവിക ദൃഷ്ടാന്തമായിട്ട് കാണിച്ചു തുടങ്ങിയ കാര്യങ്ങൾക്ക് ചില ദൈവികമായ ന്യായങ്ങളും കാരണങ്ങളും ഉണ്ട്. അതാണ് പ്രധാനമായത്. അവരെവിടെ കഴിഞ്ഞു, എത്ര വർഷം ഉറങ്ങി, അതുപോലെ എത്ര പേരുണ്ടായിരുന്നു, അവരുടെ നായ ഏത് വർഗത്തിൽപ്പെട്ടതായിരുന്നു, അതിന്റെ നിറം എന്താണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള്, അതിന്റെ വിശദാംശങ്ങൾ കണ്ടെത്തുന്നതിന് യാതൊരു പ്രസക്തിയും ഇല്ല. അത് ചരിത്രപരമായ ഒരു കൗതുകം ഫുൾഫിൽ ചെയ്യുക എന്നതൊഴികെ അതിന്റെ പ്രാധാന്യമുള്ള പാഠം അടങ്ങിയിട്ടുള്ളത് വേറെ ചില കാര്യങ്ങളിലാണ് എന്നതാണ് അള്ളാഹുവിടെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. ഞാൻ ഈ ആയത്തൊന്നുകൂടി നിങ്ങളെ കേൾപ്പിച്ചിട്ട് അതിന്റെ ചർച്ചയിലേക്ക്, വിശദാംശങ്ങളിലേക്ക് കടക്കാം. സയഖൂലൂന സലാസത്തും റാബിഉഹും കൽബുഹും, അവര് പറയും അവര് 3 പേരായിരുന്നു, 4-ാമൻ നായയായിരുന്നു. വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും, വേറെ ചിലര് പറയുന്നത് അവർ 5 പേരായിരുന്നു, 6-ാമൻ അവരുടെ നായയായിരുന്നു എന്നതാണ്. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു അതിനെ നിഷേധിക്കുന്ന, അതിനെ അടിസ്ഥാന രഹിതമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി നടത്തുകയാണ്. റജ്മൻ ബിൽ ഗൈബ്, വെറും അടിസ്ഥാനരഹിതമായ ഊഹമാണ്, അല്ലെങ്കിൽ അദൃശ്യ ജ്ഞാനത്തിലേക്കുള്ള ഒരു എറിയല് മാത്രമാണിത്, ഈ പറഞ്ഞ 2 അഭിപ്രായങ്ങൾ. എന്നാലും മൂന്നാമത് പറഞ്ഞ അഭിപ്രായം വയഖൂലൂന സബഅത്തും വസാമിനുഹും കൽബുഹും, വേറെ ചിലര് പറയുന്നത് അവർ 7 പേരാണ്, 8-ാമൻ നായയാണ് എന്നതാണ്. വസാമിനുഹും കൽബുഹും, ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു അത് അടിസ്ഥാനരഹിതമാണ് എന്ന സൂചന നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ മുഫസ്സിറുകൾ ഈ ഗുഹാവാസികളുടെ എണ്ണം 7 പേരും നായയും ആവാനാണ് സാധ്യത എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. കാരണം അതിന്റെ മുമ്പ് പറഞ്ഞ 2 അഭിപ്രായങ്ങളുടെയും കാര്യത്തിൽ അള്ളാഹു റജ്മൻ ബിൽ ഗൈബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അവര് 7 പേരാണ്, 8-ാമൻ നായയായിരുന്നു എന്നതാണ് ഒരു സ്വീകാര്യമായ അവരെ കുറിച്ചുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ ഒരു നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന, അടിസ്ഥാനരഹിതമാണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു എണ്ണമായിട്ട് മുഫസ്സിറുകൾ കണക്കാക്കുന്നത്. ഇതേ എണ്ണം തന്നെയാണ് 7 പേരായിരുന്നു, 7 സ്ലീപ്പേഴ്സ് എന്ന നിലക്കാണ്
നേരത്തെ ഞാൻ സൂചിപ്പിച്ച ജെയിംസ് സൊറോഗി എന്ന സിറിയൻ പാതിരിയുടെ ലിഖിതത്തില് സൂചിപ്പിക്കപ്പെടുന്നത്. ഇതാണ് ഗിബൺ പിന്നീട് അദ്ദേഹത്തിന്റെ റോമ സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ ചരിത്രം എന്ന പുസ്തകത്തില് ഒരു അധ്യായമായിട്ട് 7 സ്ലീപ്പേഴ്സ് എന്ന തലക്കെട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോ പൊതുവെ ആ നിരീക്ഷണം ശരിയാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു വിവരണമാണ് ഖുർആൻ ഇവിടെ നടത്തുന്നത്. പക്ഷേ അത് കൃത്യമായ എണ്ണമാണ് എന്നത് ഖുർആൻ പറയുന്നില്ല. പറയാതിരിക്കുന്നതിന്റെ കാരണം ആ എണ്ണത്തിനല്ല പ്രാധാന്യം എന്ന കാര്യം ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയായിരിക്കണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നിട്ട് പറയുന്നത് ഖുർ റബ്ബി യഅലമു ബിഇദ്ദതിഹിം, പറയുക എന്റെ നാഥനാണ് അവരുടെ എണ്ണത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയുക. മാ യഅലമുഹും ഇല്ലാ ഖലീൽ, വളരെ പരിമിതമായ ആളുകൾക്കല്ലാതെ അതിനെക്കുറിച്ച് അറിയുകയില്ല. ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ലാഹിറ, ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷത്തില് സ്വാഭാവികമായി വേണ്ടിവരുന്ന സംസാരമല്ലാതെ ആരുമായിട്ടും തർക്കത്തിൽ ഏർപ്പെടരുത്. 2 കാരണങ്ങളാലാണ് തർക്കം. അറിവുള്ളവരോട് തർക്കിക്കുന്നതിന് പ്രസക്തിയുള്ളൂ. റജുമം ബിൽ ഗൈബുമായിട്ട് നടക്കുന്നവരോട് തർക്കിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. അതുപോലെ ആ എണ്ണം എത്രയാണ് എന്നത് പ്രസക്തമല്ല എന്നതുകൂടിയാണ് അതിനൊരു കാരണം. അതല്ല ഈ ആയത്തുകളുടെ അല്ലെങ്കിൽ ഈ സംഭവം ഖുർആൻ വിവരിക്കുന്നതിന്റെ താല്പര്യം അല്ലെങ്കിൽ എന്റെ ലക്ഷ്യം അതല്ല. വലാ തസ്തഫ്തി ഫീഹിം, ഇവരുമായി ആരോടും പ്രവാചകരെ താങ്കൾ കൂടുതൽ ചോദിച്ചറിയാൻ നിൽക്കേണ്ടതില്ല. മിൻഹും അഹദ, ആരുമായിട്ടും ഇവരുടെ കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ചോദിച്ചുകൊണ്ട് വിവരം തേടി പോവേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു നിർദ്ദേശിക്കുന്നത്. അതിന്റെ വിശ്വാസ്യത നമുക്ക് വേണ്ട വിധത്തില് ഉൾക്കൊള്ളാവുന്ന വിധത്തില് ലഭ്യമായിക്കൊള്ളണം എന്നില്ല എന്നതുകൊണ്ടായിരിക്കണം ഈ വിഷയത്തില് ആദ്യമായിട്ട് ദൈവികമായ ഒരു വെളിപാടുണ്ടാവുന്നത് വിശുദ്ധ ഖുർആനിലാണ് എന്നതുകൊണ്ടും ആയിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നത്. ഈ എഫീസസിൽ ഉറങ്ങിക്കിടന്ന ഈ 7 ആളുകളുടെ കാര്യത്തില് ഏറ്റവും ആധികാരികമായി വിവരണം നൽകുന്നത് ഖുർആനാണ്. ബൈബിളിൽ അതില്ല. കാരണം ബൈബിളിന്റെ തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും അവതരണം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ തന്നെ പിന്നിട്ട ഘട്ടത്തിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇറങ്ങുന്ന ഒരേ ഒരു വേദഗ്രന്ഥം ആദ്യത്തേതും അവസാനത്തേതും വിശുദ്ധ ഖുർആനുമാണ്. അതുകൊണ്ട് ഖുർആനാണ് അതിൽ കൃത്യമായ ഒരു വെളിപ്പെടുത്തല് നൽകുന്നത്. ഈ ചരിത്ര സംഭവത്തിന്റെ നിഗൂഢത എന്താണ് എന്നത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളുകളും അക്കാലത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെയോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ നേരത്തെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ആയത്തില് റബ്ബുഹും അലമു ബിഹിം എന്ന് സൂക്ഷ്മതയോടുകൂടി ഒരു നിലപാട് സ്വീകരിച്ച ഒരു കൂട്ടർ പറയുകയുണ്ടായത്. അവര് പറഞ്ഞ അഭിപ്രായം ഇബ്നു അലൈഹിം ബുനിയാന, ഫഖാലു ഇബ്നു അലൈഹിം ബുനിയാന, അവര് പറഞ്ഞു നമുക്ക് അവരുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് ഒരു എടുപ്പുണ്ടാക്കാം, ഒരു മതിൽക്കെട്ടോ ഭിത്തിയോ ഒക്കെ പണിയാം. അവര് എന്തായിരുന്നു, ഏതായിരുന്നു, അവരുടെ ദൗത്യം എന്തായിരുന്നു, അത് വിജയിച്ചോ പരാജയപ്പെട്ടോ, അവര് നല്ല ആളുകളായിരുന്നോ ചീത്ത ആളുകളായിരുന്നോ, അവരുടെ ജീവിത ദൗത്യം എന്തായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു അടയാളപ്പെടുത്തലായിട്ട് ഒരു നിർമ്മിതി അവിടെ ഉണ്ടാക്കാം എന്ന അഭിപ്രായം പറഞ്ഞ ആളുകൾ അവര് കൃത്യമായിട്ട് ഈ ഗുഹാവാസികളുടെ വസ്തുത എന്താണ് എന്ന് അവർക്ക് അറിയാൻ വേണ്ട വിധത്തില് സംവിധാനമില്ല എന്ന നിലക്കാണ് അവര് അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. യഥാർത്ഥത്തില് സമാവിയായ ദൈവികമായ ഒരു വെളിപാട് ഇത് സംബന്ധമായിട്ട് ഉണ്ടാവുന്നത് ആദ്യമായിട്ട് വിശുദ്ധ ഖുർആനിലാണ്. വിശുദ്ധ ഖുർആനിൽ മാത്രമാണ്, വേദഗ്രന്ഥങ്ങളുടെ കൂട്ടത്തില് ഈ ഖുർആനിൽ മാത്രമാണ് ഈ വിഷയം പരാമർശിക്കപ്പെടുന്നത് എന്നതാണ് വസ്തുത. അപ്പോ ഈ 2
നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത് ഈ ആളുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തർക്കമാണ്. യഥാർത്ഥത്തിൽ അതിന് വലിയ പ്രാധാന്യമില്ല എന്ന കാര്യമാണ് അള്ളാഹു ബോധ്യപ്പെടുത്തി തരുന്നത്. കാരണം ഇത് ഈ ഏകദേശം 2.25 നൂറ്റാണ്ട് ഈ സംഭവം കഴിഞ്ഞിട്ട് 2.25 നൂറ്റാണ്ട് 3 നൂറ്റാണ്ടോളം പിന്നിട്ട ഒരു ഘട്ടത്തിലാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ഖുർആൻ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഖുർആൻ അവതരിക്കുന്നത് ഒരു 3 നൂറ്റാണ്ടോളം പിന്നിട്ട ഘട്ടത്തിലാണല്ലോ. അപ്പൊ അതിനിടക്ക് ലോകത്ത് പലതരം അഭിപ്രായങ്ങൾ ഇവരെ കുറിച്ച്, അവരുടെ എണ്ണത്തെക്കുറിച്ച്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന നായയെക്കുറിച്ച് ഒക്കെ പ്രചരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതിനൊന്നും വേണ്ടത്ര ആധികാരികമായ ഡോക്യുമെന്റേഷൻ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അവരുടെ എണ്ണമോ അവരെ കാണപ്പെട്ട സ്ഥലമോ ഒന്നുമല്ല പ്രസക്തമായത്, മറിച്ച് അള്ളാഹു ചില കാര്യങ്ങൾ ഇതിലൂടെ ആ കാലഘട്ടത്തിലെ ആളുകളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമായി പുലരുക തന്നെ ചെയ്യും എന്നതാണ്. സത്യവിശ്വാസികളെ അള്ളാഹു അവന് പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് അവനിൽ തവക്കൽ ചെയ്തുകൊണ്ട് നീങ്ങുന്ന ആ ആളുകള് ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും വിശ്വാസം മുറുകെ പിടിക്കുക എന്നതാണ്. ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാലും, സമ്പത്തും സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ നഷ്ടപ്പെട്ടാലും, ജീവൻ തന്നെ അപകടത്തിലായാലും വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു നിലപാട് ഒരാളും സ്വീകരിച്ചുകൂടാ. അങ്ങനെയായാൽ പിന്നെ അവർക്ക് ഒരിക്കലും വിജയം കണ്ടെത്താൻ കഴിയുകയില്ല എന്ന ഈ ഗുഹക്കാര് ഉൾക്കൊണ്ട പാഠം, അതാണ് പഠിപ്പിക്കപ്പെടുന്ന സുപ്രധാനമായ ഒരു പാഠം. രണ്ടാമത്തെ ഒരു സംഗതി, ദീർഘമായൊരു കാലം മരിച്ച അവസ്ഥയിൽ കഴിഞ്ഞതിന് ശേഷവും അവരെ ജീവന്റെ അവസ്ഥയിലേക്ക്, ജീവനുള്ള ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമുള്ള കാര്യമല്ല എന്നതാണ് ഈ സംഭവത്തിലൂടെ അള്ളാഹു തെളിയിക്കുന്ന മറ്റൊരു കാര്യം. മൂന്നാമത്തെ ഒരു വിഷയം, പാരത്രിക ലോകത്തെ ഉയർത്തെഴുന്നേൽപ്പ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം കൺമുന്നിൽ പുലരുക എന്നത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നതിനുള്ള ഒരു തെളിവ് കൂടിയായിട്ടാണ് ഇതിവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. AD 5-ാം നൂറ്റാണ്ടില് എഫീസസ് ഉൾപ്പെടെയുള്ള റോമൻ പ്രദേശങ്ങളിൽ വളരെ വ്യാപകമായി തന്നെ ഈ സാഴത്തിനെ കുറിച്ചും അന്ത്യസമയത്തെ കുറിച്ചും പാരത്രിക ജീവിതത്തെ കുറിച്ചും അവ അസ്വീകാര്യമായതാണ്, അവിശ്വസനീയമായതാണ് എന്ന വിധത്തില് ആളുകൾ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പാരത്രിക ജീവിതത്തെയും അന്ത്യസമയത്തെയും നിഷേധിക്കുന്നവരായിട്ട് ആളുകള് വളരെ കൂടുതലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു എന്നാണ് ചരിത്ര ഗവേഷകന്മാര് ചൂണ്ടിക്കാണിക്കുന്നത്. ഏകദൈവ വിശ്വാസത്തിന്റെ അടിത്തറയിൽ പാരത്രിക ലോക വിശ്വാസം വളരെ സുപ്രധാനമായ ഒരു ഘടകമായി സ്വീകരിച്ചിരുന്ന ക്രൈസ്തവ സമൂഹത്തില് അന്ത്യനാളിനെ കുറിച്ചും പാരത്രിക ജീവിതത്തെക്കുറിച്ചും വിശ്വാസമില്ലാത്ത ഒരു പ്രവണത ശക്തിപ്പെട്ടു വന്ന ഒരു കാലമാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, യേശുവിനെയും യേശുവിന്റെ മാതാവിനെയും അതുപോലെ ക്രൈസ്തവ പാരമ്പര്യത്തിലുള്ള പുണ്യവാളന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ ആരാധനാമൂർത്തികളായി സ്വീകരിക്കുന്ന ഒരു പ്രവണതയും അവിടെ ശക്തിപ്പെട്ടു വന്നിരുന്നു. യേശുവിനും യേശുവിന്റെ മാതാവിനൊക്കെ വേണ്ടി ആരാധനാലയങ്ങൾ പണിയുകയും അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി അവരോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന, അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് കത്തോലിക്ക ചർച്ചിനകത്ത് പ്രതിഷ്ഠിച്ച് അവരോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉടലെടുക്കുന്നത്, അതിനൊക്കെ പ്രചാരം കിട്ടുന്ന ഒരു കാലമായിരുന്നു അത് എന്നതാണ് ശ്രദ്ധേയമായ ഒരു ചരിത്ര വസ്തുത. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഗുഹാവാസികളുടെ ഈ
ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ അവർ ഉണർന്ന് വരുന്നതും ഈ കാര്യങ്ങളൊക്കെ, അതായത് ദീർഘമായി ഉറങ്ങിക്കിടന്നാൽ പോലും അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അള്ളാഹുവിന് യാതൊരു പ്രയാസമുള്ള സംഗതിയല്ല. അതുപോലെ പാരത്രിക ജീവിതമുണ്ട്. ഈ അന്ത്യസമയം എന്ന് അള്ളാഹു നിശ്ചയിച്ച ഒരു ഒടുക്ക സമയം മനുഷ്യ ജീവിതത്തിന് ഈ ഭൗതിക ലോകത്ത് സംഭവിക്കാനുള്ളതാണ്. അതിനെ തുടർന്ന് പാരത്രിക ലോകത്തെ ദൈവിക വിചാരണയും അതിന്റെ ഫലമായിട്ടുള്ള നരകസ്വർഗങ്ങളും ഒക്കെ ഉണ്ട് എന്ന കാര്യം ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നെങ്കിലും അത് ദുർബലപ്പെട്ടു പോകുന്ന ഒരു ഘട്ടത്തില് അതിന്റെ സത്യം ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഈ സംഭവത്തിന്റെ സുപ്രധാനമായ അതിൽ നിന്ന് ലഭിക്കാനുള്ള, ഉൾക്കൊള്ളാനുള്ള പാഠം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ ഞാൻ ഇന്നലെ വായിച്ച ആയത്തില് രണ്ട് അഭിപ്രായങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത് എന്ന് പറഞ്ഞല്ലോ. ഈ ഗുഹാവാസികളോട്, ഗുഹയിൽ കഴിഞ്ഞുകൂടിയ ആളുകളോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് സംബന്ധമായതാണ് ആ ഭിന്നാഭിപ്രായം. ഒരു കൂട്ടർ പറഞ്ഞത് അവര് കിടന്നുറങ്ങിയിരുന്ന ഗുഹയുടെ ആ ഗുഹാമുഖം അടച്ചു കളയുന്ന വിധത്തിൽ ഒരു ഭിത്തി പണിത് നമുക്ക് അതൊരു അടയാളപ്പെടുത്തലാക്കി വെക്കാം എന്നതാണെങ്കിൽ, വേറെ കൂട്ടർ പറഞ്ഞത് അവരുടെ ആ സ്ഥലത്ത് നമുക്ക് അവർക്കൊരു സ്മാരകമായി ഒരു ആരാധനാലയം പണിയാം എന്നതാണ്, മസ്ജിദ് പണിയാം എന്നതാണ് അവരവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ ഇങ്ങനെ ആരാധനാലയം പണിയുന്നതിന് വേണ്ടി പ്രവാചകന്മാരുടെയോ പുണ്യവാളന്മാരുടെയോ അവരെ മറമാടപ്പെട്ട ഇടങ്ങൾ തെരഞ്ഞെടുക്കുക എന്നത് ഇസ്ലാം അനുവദിക്കുന്ന ഒരു കാര്യമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ചില ഹദീസുകൾ നിങ്ങളെ ഇത് സംബന്ധമായിട്ട് കേൾപ്പിക്കും. ഇതിലൊന്ന്, ലഅനല്ലാഹു തആല സായിറാത്തുൽ ഖുബൂർ വൽ മുത്തഖിദീന അലൈഹ അൽ മസാജിദ്. ഇത് ഇബ്നു മാജയും ഇമാം അഹ്മദും തിർമിദിയും അബൂദാവൂദും നിസായിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകളെയും ഖബറുകളുടെ മേൽ ആരാധനാലയങ്ങള് പണിയുന്നവരെയും വസ്സുറുജ്, അവിടെ വിളക്ക് കത്തിച്ചു വെക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് ഈ ഹദീസ് വ്യക്തമാക്കുന്നത്. മറ്റൊരു ഹദീസ്, അലാ വ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ ഫഇന്നി അൻഹാകും അൻ ദാലിക്. അറിയുക, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരിൽ തങ്ങളുടെ പ്രവാചകന്മാരുടെ ഖബറിന്റെ മുകളിലായിട്ട് മസ്ജിദുകൾ പണിയുന്നവരുണ്ടായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്കത് വിലക്കുകയാണ്, നിങ്ങൾ അത് ചെയ്തുകൂടാ എന്നാണ് ഈ ഹദീസിൽ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ വെളിപ്പെടുത്തുന്നത്. മറ്റൊരു ഹദീസിൽ ലഅനല്ലാഹു തആല അൽ യഹൂദ വൻ നസ്വാറ, അള്ളാഹു തആല യഹൂദരെയും നസാറാക്കളെയും ശപിച്ചിരിക്കുന്നു. കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ കല്ലറകൾ, അവരുടെ ഖബറുകൾ അവർ മസാജിദായിട്ട് ആരാധനാലയങ്ങളാക്കി മാറ്റുകയുണ്ടായി എന്നതിനാലാണ് അള്ളാഹു യഹൂദരെയും ക്രൈസ്തവരെയും ശപിച്ചിരിക്കുന്നത്. ഇന്ന ഉലൈക ഇദാ കാന ഫീഹിമുർ റജുലു സ്വാലിഹു ഫമാത ബനൗ അലാ ഖബ്രിഹി മസ്ജിദ. മറ്റൊരു ഹദീസിൽ പറയുന്നത്, അവരുടെ കൂട്ടത്തില് ഒരു നല്ല മനുഷ്യൻ, ഒരു സാലിഹായ മനുഷ്യൻ ജീവിക്കുകയും അങ്ങനെ അയാൾ മരിച്ചു പോവുകയും ചെയ്താൽ അദ്ദേഹത്തിന്റെ ഖബറിന്റെ മുകളിൽ അവര് ഒരു ആരാധനാലയം പണിയുമായിരുന്നു, മസ്ജിദ് പണിയുമായിരുന്നു. വസവ്വറു ഫീഹി തിൽക സുവർ, അതിന്റെ അകത്ത് അവരുടെ രൂപങ്ങൾ കൊത്തിവെക്കുകയും ചിത്രപ്പണികൾ ചെയ്തു വെക്കുകയും ചെയ്യുമായിരുന്നു. ഉലൈക ശറാറുൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരായ ആളുകൾ അവരാണ് എന്നാണ്
യൗമൽ ഖിയാമ, അന്ത്യനാളില് സൃഷ്ടികളുടെ കൂട്ടത്തിലെ ഏറ്റവും നികൃഷ്ടരായ കൂട്ടർ അവരായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ വ്യക്തമാക്കുന്നത്. ഇത്രയുമൊക്കെ വ്യക്തതയോടുകൂടി ഈ ഖബറുകളുടെ മേൽ ആരാധനാലയങ്ങൾ പണിയുകയും അവിടെ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യുന്നതിനും മരിച്ചുപോയ പുണ്യാത്മാക്കളുടെ മരിച്ചു കിടക്കുന്ന അവരെ മറമാടിയിട്ടുള്ള ഇടങ്ങൾ ആരാധനാലയങ്ങളാക്കി മാറ്റുന്നതിനും എതിരിലുള്ള താക്കീതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുള്ള ഒരു വസ്തുത ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ചിലര് ഈ സൂറത്തുൽ കഹ്ഫിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഈ ഗുഹാവാസികളുടെ അവര് ഉറങ്ങിക്കിടന്ന സ്ഥലത്ത് ഒരു മസ്ജിദ് ഉണ്ടാക്കും എന്ന് വാശി പിടിച്ചുകൊണ്ട് ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ എന്ന് പറഞ്ഞുകൊണ്ട് മേധാവിത്വം കാണിച്ച് അത് നടപ്പിലാക്കിയ ആളുകളെ, അത് യഥാർത്ഥത്തിൽ ഖുർആൻ അവരെ വിമർശിക്കുകയാണ് എന്നതും സത്യത്തിന്റെ പക്ഷത്ത് ആദർശവാദികളായി നിലകൊണ്ടത് അതിന്റെ തൊട്ടു മുമ്പ് അഭിപ്രായം പറഞ്ഞ അവരുടെ മേൽ അവരുറങ്ങിക്കിടന്ന സ്ഥലത്ത് ഒരു അടയാളപ്പെടുത്തലായിട്ട് നമുക്ക് ഒരു ഭിത്തിയോ മതിൽക്കെട്ടോ പണിയാം, അവരെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ ആളുകളുടെ പക്ഷമാണ് ഹഖിന്റെയും ആദർശത്തിന്റെയും പക്ഷം. പക്ഷെ അവർക്കെല്ലാം മേധാവിത്വം നേടാൻ സാധിച്ചത് അവരെ ആരാധനാമൂർത്തികളായി സ്വീകരിച്ചുകൊണ്ട് അവിടെ ആരാധനാലയം പണിയാൻ മുതിർന്ന റോമൻ കത്തോലിക്ക സഭയുടെ പിൻബലത്തോടു കൂടിയുള്ള ആളുകൾ. ആ ഘട്ടത്തിൽ റോമൻ കത്തോലിക്ക സഭ ഈസാ അലൈഹി ഇസ്ലാമിന്റെ വിശ്വാസപാതയിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. മഹാന്മാരുടെ മഖബറകളിൽ ആരാധനാലയങ്ങൾ പണിയുകയും അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി അവയെ പൂജിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത ശക്തമായി മാറിയിട്ടുണ്ടായിരുന്ന ഒരു ഘട്ടമാണ്. അപ്പോ ആദർശത്തിന്റെ പേരിൽ നിലകൊണ്ട ഏകദൈവത്വത്തിന്റെ വിശ്വാസ അടിത്തറയിൽ നിലകൊണ്ടതിന്റെ പേരിൽ ജീവിതത്തിൽ വലിയ വെല്ലുവിളി നേരിട്ട ഒരു സംഘം അള്ളാഹുവിന്റെ സഹായത്തിന് പാത്രമായി മാറിയതും അവരെ പിന്നീട് അള്ളാഹു എണീപ്പിച്ചതും ഒക്കെ തന്നെ അവര് എന്ത് നഷ്ടമുണ്ടെങ്കിലും എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരുന്നു എന്നതും അവരുടേതാണ് ഏറ്റവും നിസ്തുലമായ മാതൃക എന്ന കാര്യം പഠിപ്പിക്കുന്നതിനും വേണ്ടിയാണ് അവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചതെങ്കിൽ ഈ റോമൻ കത്തോലിക്ക സഭയുടെ പിന്തുണയോടുകൂടി ആ കാര്യത്തിൽ ഇടപെട്ട് സംസാരിച്ച ആളുകൾ അത് നല്ലൊരവസരമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവരെ പുണ്യാളന്മാരായിട്ട് കണ്ടുകൊണ്ട് അവര് ഉറങ്ങിക്കിടന്നിരുന്ന ഇടം ആരാധനാലയമാക്കി മാറ്റുകയും അവരെ കൂടി ആരാധനാമൂർത്തികളായിട്ട് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. ചരിത്രപരമായി അതിനെ മനസ്സിലാക്കുമ്പോൾ ഒരു സംഭവം രേഖപ്പെട്ട് കിടക്കുന്നത് 1834 റവറന്റ് ടി ആരൻഡൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു പാതിരിയാണ് അദ്ദേഹം ഡിസ്കവറീസ് ഇൻ ഏഷ്യ മൈനർ എന്ന അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പുകൾ അടങ്ങിയിട്ടുള്ള പുസ്തകത്തില് രേഖപ്പെടുത്തുന്നത് ഈ എഫീസസ് പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾക്കടുത്തായിട്ട് ഒരു കുന്നിന്റെ മുകളിൽ മറിയം റളിയല്ലാഹു അൻഹായുടെയും ഈ 7 ഗുഹക്കാരുടെയും കേവ് മെന്നിന്റെയും ശവകുടീരങ്ങളും അവരുടെ രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ ഇത് ചേർത്ത് വായിക്കുമ്പോൾ ഒരു പ്രവാചകന്റെ കാലശേഷം ആ പ്രവാചകൻ ഉയർത്തിപ്പിടിച്ച വിശ്വാസ ആദർശപാത എന്തുമാത്രം പിൽക്കാലത്ത് വന്ന ആളുകൾ വികലമാക്കുകയും അതിന്റെ നേരെ വിപരീത ദിശയിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് അരങ്ങേറുന്നത് എന്നതാണ് ഈ സംഭവങ്ങളും ഈ വിവരണവും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യം. നമ്മുടെ കാലഘട്ടത്തിലും ഇത്തരം പ്രവണതകള്
കുറവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മുടിയോ ചെരിപ്പോ അങ്ങനെ പലതും ഒക്കെ പറഞ്ഞുകൊണ്ട് അത് അതിന്റെ പുണ്യം എടുക്കുക എന്ന കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ആ പേരില് വലിയ മസ്ജിദ് ഉണ്ടാക്കുകയും എന്നിട്ട് ഈ മുടി അവിടെ പ്രദർശനത്തിന് വെക്കുകയും ആളുകള് ആയിരക്കണക്കിന് അതിൽ നിന്ന് പുണ്യം എടുക്കാൻ വേണ്ടി വരുന്ന, തബറുക്ക് തേടി വരുന്ന, അതിനു വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന, അത് വലിയൊരു വ്യവസായമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടുമൊക്കെ തന്നെ കാണാൻ കഴിയുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടിയല്ല ഈ ദീന് ഉണ്ടായിട്ടുള്ളത്. മുടിയുടെയോ നഖത്തിന്റെയോ ചെരുപ്പിന്റെയോ മഹത്വം കാണിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയല്ല അള്ളാഹു ഈ മഹത്തരമായ ആദർശമാർഗം പ്രവാചകന്മാര് മുഖേന പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് ഖുർആന്റെ 4 ആയത്ത് വായിച്ചു പഠിച്ചാൽ തന്നെ ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ സംഭവത്തിന്റെ വിവരണത്തിൽ നിന്ന് നമുക്കും നമ്മുടെ ഈ കാലഘട്ടത്തിലെ സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും കൂടി മുൻനിർത്തിക്കൊണ്ട് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പദത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.